രണ്ടുപേരും ഇപ്പോൾ സംഘപ്രവർത്തനം വളരെ ഉത്സാഹത്തോടു കൂടിയാണ് സംഘപ്രവർത്തനത്തിന്റെ ഒരു കഥയിലെ 8 വയസ്സുകാരി അന്ന കാര്യം നിങ്ങളെ കാണിക്കും. രാവിലെ എഴുതാൻ പറ്റുമായിരുന്നു എന്നുള്ളൊരു ചർച്ചയാണ്. അതോടൊപ്പം അതിലൊരു കാര്യം കൂടി ചെയ്യുക, അത് ഓരോ പ്രവർത്തനങ്ങളാണ് തരുന്നത്, ആ പ്രവർത്തനങ്ങൾക്കുള്ള സൂചനകൾ. അപ്പോൾ ബാക്കിയുള്ള ടിവിയിൽ നമ്മൾ എല്ലാ ദിവസവും പാരന്റ് ചർച്ചകൾ കാണും. അപ്പൊ അതുകൊണ്ട് അപരിചിതമായില്ല. നമ്മളത് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇരിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, എല്ലാവരും വലിയ തയ്യാറെടുപ്പോടു കൂടിയാണ് വന്നിരിക്കുന്നതെന്ന് തോന്നുന്നു. ഭാഷ നമ്മൾ ഇന്ന് കാണുന്ന നിലയിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരുന്നു പഴയ കാലത്ത് എന്നുള്ളത് നമുക്ക് അടക്കമുള്ളതിലേക്ക് മാതൃഭാഷ വളർന്നു വരുന്ന ഈ സംവിധാനത്തിൽ മാതൃഭാഷയുടെ പ്രാധാന്യം നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, മാറ്റി നിർത്താൻ സാധിക്കും. മലയാള ഭാഷയെ കുറിച്ച് പറയുമ്പോൾ രാമചരിതത്തിൽ നിന്ന് തുടങ്ങിയതാണ്. രാമചരിതത്തിലെ കാനനങ്ങളിൽ അരങ്കളിവുമായി കരുണയായി എന്ന് തുടങ്ങിയ ആ ഭാഷ നമുക്ക് അറിയാം. ഒരു പുതിയ തന്ത്രത്തിലൂടെ കുട്ടികളിലേക്ക് എത്തിക്കാന്നുള്ളത്. അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ടൊരു നമുക്ക് പ്രശ്നം തോന്നുന്ന പാഠഭാഗത്തിൽ എടുത്തിട്ട് അതിനെ കമ്പോണൻസ് ആക്കി തിരിച്ച് അത് മാതൃഭാഷ വ്യക്തമായി പഠിപ്പിക്കപ്പെടാതെ പോകുന്നതുകൊണ്ട് അങ്ങനെ മാതൃഭാഷയിൽ തന്നെ സമീപിക്കേണ്ടത്. ഭാഷാ പഠനം എങ്ങനെ കുട്ടികളോട് ചെല്ലണം. 7ൽ നിന്ന് 8ലേക്ക് വരുന്ന കുട്ടികളും 8ൽ നിന്ന് 9ലേക്ക് വരുന്ന 8ാം ക്ലാസ്സിലേക്ക് പഠനം ഇപ്പോൾ എന്ന ഭാഗം ഉള്ളലിന് വേണ്ടി ഒരു കുട്ടിയെ അണിയിച്ചൊരുക്കി. പക്ഷെ നാടകമൊക്കെ പഴയ തുടങ്ങാൻ നേരത്തെ എങ്ങനെയായിരിക്കും
ടേബിള്, ഡെസ്ക്, ചോക്ക് എന്ന് ഉപയോഗിക്കുന്ന പല പദങ്ങളും നമ്മൾ ഇംഗ്ലീഷിൽ നിന്ന് സ്വീകരിക്കുക. അങ്ങനെ നമുക്ക് വളരാൻ വളമായിട്ട് ആരെയൊക്കെ സ്വീകരിക്കാമോ അങ്ങനെയൊക്കെ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ഭാഷയെ വളർത്തി കൊണ്ടുവന്നിരിക്കും. വാക്ക് വർദ്ധിപ്പിച്ചു എന്ന് മാത്രമല്ല, നമ്മുടെ വൊക്കാബുലറി വർദ്ധിപ്പിച്ചു എന്ന് മാത്രമല്ല, സാഹിത്യ മേഖലയിൽ എല്ലാ തരത്തിലും പെട്ട സ്വാധീനങ്ങളെ സ്വാംശീകരിക്കാനും അതിന് വിധേയപ്പെടാനും അത്തരത്തിലുള്ള പല ഭാഷകളിലെയും സാഹിത്യപരമായിട്ടുള്ള നവഭാവുകത്വങ്ങളെ ഉൾക്കൊള്ളാനും ഒക്കെ നമുക്ക് സാധിച്ചു. ഒരു ടീച്ചർ ആയിരിക്കണം അവിടെ പഠിപ്പിച്ചോളാം. അവർക്ക് അത്രയും ക്രിയേറ്റീവ് ആയിട്ട് ആ ഭാഷയെ കൈകാര്യം ചെയ്യാൻ പറ്റും. അത്രയും തന്മയത്തോടുകൂടി ഒരു ഭാഷയെ സ്നേഹിക്കാൻ പഠിപ്പിക്കാൻ പറ്റും. ആ ബേസ് ഒന്നും ഇല്ലാതെ ചുമ്മാ